ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എസ്രായുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം ഒന്ന് നമുക്ക് ചിന്തിക്കാം. 8-ാം അധ്യായത്തിൽ 21, 22, 23 വാക്യങ്ങളാണ്. ദൈവം മുമ്പാകെ ഞങ്ങളെ വിനയപ്പെടുത്തേണ്ടതിനും സമ്പത്ത് കൊണ്ടുള്ള യാത്രയിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുട്ടികളുടെയും സുരക്ഷിതത്തിന് വേണ്ടി യാചിക്കേണ്ടതിനും അഹവാ നദിക്കരികെ ഞാനൊരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. തന്നെ അന്വേഷിക്കുന്ന ഏവൻ്റെയും മേൽ ദൈവത്തിൻ്റെ കരുണയുള്ള കൈയുണ്ട്. തന്നെ ഉപേക്ഷിക്കുന്നവരുടെ നേരെ അവിടുത്തെ മഹാകോപം ഉയരും എന്നു രാജാവിനോട് ഞങ്ങൾ പറഞ്ഞിരുന്നതിനാൽ വഴിയിൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിന് രാജാവിനോട് പടയാളികളെയും കുതിരകളെയും ചോദിക്കുവാൻ ഞാൻ ലജ്ജിച്ചു. അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവത്തോട് അപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. ഇതിൻ്റെ സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ഈ ദേവാലയത്തിൻ്റെ പണിക്കായി 1000 കിലോമീറ്റർ ദൂരം വനത്തിലൂടെ എസ്രാ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കടന്നു പോകേണ്ടി വന്നു. അപ്പം ധാരാളം സമ്പത്ത് കയ്യിലുണ്ട്. വനത്തിലൂടെയാണ് കടന്നു പോകേണ്ടത്. ഇവരുടെ ഭാര്യമാരും മക്കളും ഒക്കെ ഉണ്ട് കൂട്ടത്തിൽ. ഈ ദേവാലയം പണിക്കുള്ള വലിയൊരു സമ്പത്ത് ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സമ്പത്തും സംവിധാനമുള്ള എല്ലാം ഉണ്ടായിരുന്ന ഇവർ ഈ വനത്തിലൂടെ കടന്നു പോകുമ്പോൾ സംരക്ഷണത്തിനായി രാജാവിനോട് പട്ടാളക്കാരെ ചോദിക്കാൻ ഇവർക്ക് ലജ്ജ തോന്നി. ലജ്ജ തോന്നാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തന്നെ അന്വേഷിക്കുന്ന ഏവൻ്റെയും മേൽ ദൈവത്തിൻ്റെ കരുണയുള്ള കൈയുണ്ട്. തന്നെ ഉപേക്ഷിക്കുന്നവരുടെ നേരെ അവിടുത്തെ മഹാകോപം ഉയരുമെന്ന് രാജാവിനോട് പറഞ്ഞിരുന്നതിനാൽ വഴിയിൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിന് രാജാവിനോട് പടയാളികളെയും കുതിരകളെയും ചോദിക്കുവാൻ ഞാൻ ലജ്ജിച്ചു. ദൈവം ശക്തനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യം ചോദിക്കാൻ ലജ്ജ വന്നതുകൊണ്ട് അവരെന്നാ കാണിച്ചു? ഞങ്ങൾ ഉപവസിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവത്തോട് അപേക്ഷിച്ചു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ പറയുമ്പോൾ ഞാനത് ഈ ഒരു ഭാഗം ഇങ്ങനെ എടുത്തത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിലെ സംബന്ധിച്ച് പറഞ്ഞാൽ നല്ലൊരു ശതമാനവും രോഗശാന്തി ശുശ്രൂഷകരാണ്. പക്ഷേ ഈ രോഗശാന്തി ശുശ്രൂഷകർക്കെല്ലാം പേഴ്സണൽ ഡോക്ടർമാരും ഉണ്ട്. എന്തൊരു രോഗശാന്തി ശുശ്രൂഷ! ലജ്ജ ഉണ്ടായിരിക്കേണ്ടതല്ലേ സത്യത്തിൽ? പക്ഷേ യാതൊരു ലജ്ജയില്ല. യൂട്രസിനകത്തൊരു മുഴ കണ്ടു, അപ്പോളെ എടുത്തു കളഞ്ഞു. എന്നിട്ട് പിന്നെ ഭയങ്കര സൗഖ്യമോ, ദൈവം സൗഖ്യപ്പെടുത്തും, ദൈവം അങ്ങനെ ചെയ്യും, ദൈവം ഇങ്ങനെ ചെയ്യും. പറച്ചിലൊരു വശത്ത്, പ്രവൃത്തി ഒരു വശത്ത്. എന്നാൽ എനിക്കറിയാം, ഒരു ദേവദാസൻ്റെ ഭാര്യയുടെ വയറ്റിൽ യൂട്രസിൽ ഒരു മുഴ വന്നു. അവരൊരിടത്ത് ചെന്ന് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഉടനെ തന്നെ മുഴ എടുക്കണം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അത് എടുക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. തന്നെയല്ല, വിശ്വാസം ശക്തമായതുകൊണ്ട് അതിശക്തമായി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവർ ചോദിച്ചു, ഈ ലേസർ വെച്ചുള്ള ഓപ്പറേഷൻ ഇത് എത്ര വർഷമായി ഇത് ചെയ്തിട്ട്? ഇതൊക്കെ ഇവിടെ ഇപ്പം അങ്ങ് നിരക്കായി വരുന്നതല്ലോ ഉള്ളൂ, ഇതാ എവിടെയാണ് ചെയ്തത് എന്നൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞു, ഒരു ലേസറും വെച്ച് ചെയ്തില്ല, ഞങ്ങൾ ഉപവസിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവം അതിനകത്ത് എന്താ ചെയ്തതെന്ന് അറിയത്തില്ല, പിന്നീട് അത് വന്നില്ല. പക്ഷേ ഇന്ന് പല സ്ഥലത്തും അങ്ങനെയല്ല. അത് കാണുമ്പോഴേ അത് ഓപ്പറേഷൻ ചെയ്യുന്നു. പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത സ്ത്രീയും പറയുന്നു, അയ്യോ ഭയങ്കര ദൈവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. വേറൊരു ഭാഗം പറഞ്ഞാൽ, പാണ്ടുള്ളവനാ ചിരങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പാണ്ടുള്ളവൻ ചിരങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഷണ്ടിയുള്ളവൻ മുടി കിളുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സോറിയാസിസ് ഉള്ളവൻ കടുത്ത സ്റ്റിറോയിഡ് അടിച്ച് കയറ്റിയിട്ട് സൗഖ്യ ശുശ്രൂഷ നടത്തുന്നു. ലജ്ജ തോന്നേണ്ടതല്ലേ? കേരളത്തിലെ വൻകിട ആശുപത്രികളിലെ നമ്പർ 1 ഡോക്ടർമാരുടെ അടുത്ത് പേഴ്സണൽ അപ്പോയിൻമെൻറ്റുകൾ എടുത്തു പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന രോഗശാന്തി ശുശ്രൂഷകർക്ക് ലജ്ജ തോന്നേണ്ടതല്ലേ? അപ്പോൾ ഇവർ പറയുന്ന ശുശ്രൂഷയും ഇവർ വിശ്വസിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമായതിനുള്ളത്? ദൈവം ഇത് ചെയ്യാൻ ശക്തനാണെന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കൂടെ അവൻ്റെ ശക്തമായ കരമുണ്ടെന്നൊക്കെ വലിയ വീമ്പിളക്കിയിട്ട് രാജാവിനോട് പോയി പട്ടാളത്തെയും കുതിരകളെയും ചോദിക്കാൻ എസ്രാ പുരോഹിതന് ലജ്ജ തോന്നിയതുകൊണ്ട് അദ്ദേഹം ഒരു ഉപവാസം വിളംബരം ചെയ്തു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു.
ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ശുശ്രൂഷകർക്ക് ലജ്ജ തോന്നുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിലൊരു ഉപവാസവുമില്ല. രോഗം വരുന്നു, നമ്പർ 1 ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ട്രീറ്റ്മെൻ്റ് എല്ലാം കൂടെ ഇങ്ങോട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നത്തെ പരിപാടികൾ. പല സ്ഥലത്തെയും പല സൗഖ്യങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അതിൻ്റെ പ്രഖ്യാപനങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ശുശ്രൂഷകർക്ക് ലജ്ജ തോന്നുന്നില്ലെങ്കിലും ദൈവത്തിന് ലജ്ജ തോന്നും എന്നാണ് എനിക്കിതിനകത്ത് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന് പോലും ലജ്ജ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവതരിപ്പിച്ച് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സൗഖ്യം തരുന്ന ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ ഈ സൗഖ്യമില്ലാത്ത ആളുകൾക്ക് അവകാശമില്ല എന്ന ഭാഗം ഞാനങ്ങ് പറയുന്നു. അവരെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം എന്നാ പറയുന്നതെന്ന് അറിയാമോ? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 16, എന്നാൽ നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, കേവലം മന്ദ ഉഷ്ണനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, കേവലം ആയിരിക്കാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഇവിടെ രണ്ടാമത് കേൾക്കുന്നത്, ഞാൻ ധനവാൻ, സമ്പത്ത് നേടിയിരിക്കുന്നു, എനിക്കൊന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു, എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും അന്ധനും നഗ്നനുമെന്ന് അറിയുന്നില്ല എന്ന് എഴുതിയേക്കുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ശുശ്രൂഷകരോടും അവരെയൊക്കെ ദൈവത്തെ പോലെ കൊണ്ടു നടക്കുന്ന അണികളോടും ദൈവം പറയുന്ന, നീ നികൃഷ്ടനാണ്, നീ ദയനീയനാണ്, ദരിദ്രനാണ്, അന്ധനാണ്, നഗ്നനാണ്. ദൈവം ശക്തനാണെന്ന് പ്രസംഗിക്കുകയും സ്വയബുദ്ധിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന കള്ളന്മാരെ ദൈവം തന്നെ തിരിച്ചറിയണം. ഈ സൗഖ്യ ശുശ്രൂഷയെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ അത് കാണുന്നില്ലെങ്കിൽ, എസ്രായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവർക്കൊരു ലജ്ജയുണ്ടാവണം. ഇവിടെ എഴുതിയേക്കുന്നു, തന്നെ അന്വേഷിക്കുന്ന ഏവൻ്റെയും മേൽ ദൈവത്തിൻ്റെ കരുണയുള്ള കൈയുണ്ട്, തന്നെ ഉപേക്ഷിക്കുന്നവരുടെ നേരെ അവിടുത്തെ മഹാകോപം ഉയരും എന്ന് രാജാവിനോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നതിനാൽ വഴിയിൽ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിന് രാജാവിനോട് പടയാളികളെയും കുതിരകളെയും ചോദിക്കുവാൻ ഞാൻ ലജ്ജിച്ചു. തലപ്പത്തിരിക്കുന്ന എസ്രാ പുരോഹിതൻ പറഞ്ഞതാണ്, ലജ്ജിച്ചു. സകല സഭകളുടെയും തലപ്പത്തിരിക്കുന്ന വ്യക്തികളോട് പറയട്ടെ, ഈ ഓരോ ആരാധനയ്ക്കിടയ്ക്കും 3 പ്രാവശ്യം 4 പ്രാവശ്യം, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വമ്പൻ സഭയിൽ, എറണാകുളം ജില്ലയിലുള്ള ഒരു വമ്പൻ സഭയിൽ ഒരു ആകസ്മികമായ ആരാധനയ്ക്ക് പോയപ്പോൾ 1.5 മണിക്കൂർ നേരത്തെ ആരാധനയ്ക്കിടയ്ക്ക് 3 പ്രാവശ്യം ആ ഡിജിറ്റൽ സ്ക്രീനിലോട്ട് QR കോഡ് ഇട്ട് കൊടുത്തത്. QR കോഡ് ഇട്ടിട്ട് പറഞ്ഞ വിവിധ ആവശ്യങ്ങൾക്കുള്ള പിരിവിപ്പം നടക്കുകയാണ്, അങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. ആൾക്കാർക്ക് ഇതിനിടയ്ക്ക് എടുത്ത് അടിക്കുക ഇത് തന്നെ. ദൈവം ശക്തനാണെന്ന് പറഞ്ഞിട്ട് ഈ തെണ്ടൽ നടത്താൻ ലജ്ജ തോന്നേണ്ടതല്ലേ? ഇവർ തന്നെ നേരത്തെ എണ്ണ ബിസിനസ്സും വെള്ള ബിസിനസ്സും കുപ്പി ബിസിനസ്സും ഒക്കെ നടത്തിയിട്ടുള്ളവരാ. ലജ്ജ തോന്നേണ്ടതല്ലേ? എന്തിനാ ഇത്? കോടാനുകോടി ദൈവത്തെ പ്രതി ഉണ്ടാക്കിയിട്ടുണ്ട്, എന്നിട്ട് ലജ്ജയില്ലാതെ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? 4 തലമുറയ്ക്ക് ഉള്ളതുണ്ടാക്കിയിട്ടും പിന്നെയും എന്തിനിതുണ്ടാക്കുന്നു? ലജ്ജ തോന്നേണ്ടതല്ലേ? ഇത്രയുമെല്ലാം ആയിട്ടും ഇതിനകത്തൊരു ലജ്ജയില്ലാതെ പിന്നെ ഇത് ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? നാളെ നിങ്ങളുടെ തലമുറകൾ ഇത് അനുഭവിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് പ്രസംഗിക്കുന്ന വചനത്തിൽ അറിയാൻ വയ്യേ? ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 2 തലമുറ 3 തലമുറ മുമ്പ് പിടിച്ചു പറിച്ചും മോട്ടിച്ചും ഒക്കെ പണം ഉണ്ടാക്കിയ തലമുറകളിൽപ്പെട്ട ആളുകൾ ഇന്ന് എവിടെയുണ്ട്? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ മോട്ടിച്ചവൻ്റെ തലമുറ ഇവിടെ കാണുകയില്ല എന്നത് മനസ്സിലാക്കി അവർക്കൊരു ലജ്ജ ഉണ്ടാകട്ടെ എന്ന്
ലജ്ജയുണ്ടാക്കി ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി വചനത്തിനായി സ്തോത്രം. കർത്താവേ, നിലനിൽക്കാത്ത ഭൗതിക സമ്പത്തിൻ്റെ പുറകിൽ ശാപങ്ങളോടുകൂടിയ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികളും അനുഭവിക്കാൻ അതിനൊപ്പം നിൽക്കുന്നവരും സഹായികളുമൊക്കെ ഒരു ലജ്ജ തോന്നേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വെളിപ്പാട് നൽകണമേ. അവരുടെ ഉള്ളം അത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ലജ്ജ തോന്നിയിട്ട് ദൈവസന്നിധിയിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനും ദൈവം ഹൃദയം തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ ആശ്രയിച്ച് വിജയിക്കുവാൻ ദൈവം സഹായിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.